മൈഗ്രെയിൻ ചികിത്സയ്ക്കായിട്ട് നമ്മളെ സമീപിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ എന്തുകൊണ്ടാണ് ഫോണിലൂടെ സംസാരിച്ച് മരുന്നുകൾ കുറിച്ച് കൊടുക്കാത്തതെന്ന്. മൈഗ്രെയിൻ ആയിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. മൈഗ്രെയിനെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോകൾ കണ്ടതിന് ശേഷം ഒരുപാട് പേര് കമന്റിലും മെസ്സേജിലും എല്ലാം ചോദിക്കാറുണ്ട്, ഡോക്ടറുമായിട്ട് എങ്ങനെയാണ് ഫോണിൽ കണക്ട് ചെയ്യുന്നത്, ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള നമ്പർ എന്താണ് എന്നുള്ളതെല്ലാം. ഒരു മൈഗ്രെയിൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ട് ആ വ്യക്തിയുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മുടെ ചികിത്സയും രോഗനിർണയവും എല്ലാം വരുന്നത്. അതുകൊണ്ട് കേവലം ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5-10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഫോൺ സംഭാഷണത്തിലൂടെ മാത്രം നമുക്ക് മരുന്നുകൾ കുറിക്കുന്നതിനോ മരുന്നുകൾ കൊടുത്ത് വിടുന്നതിനോ ഒന്നും സാധിക്കില്ല എന്നുള്ളത് ദയവായിട്ട് മനസ്സിലാക്കുക. ഒരു മൈഗ്രെയിൻ രോഗി 20-30 വർഷമായിട്ട് അതികഠിനമായിട്ടുള്ള വേദനകളിൽ കൂടെ പോവുകയും വളരെയധികം ചികിത്സകൾ ഫെയിലിയർ ആവുകയും വളരെയധികം മരുന്നുകൾ എടുത്ത് ഫലം കിട്ടാതെ വരുന്ന രോഗികളാണ് ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് എത്താറുള്ളത്. ഇത്തരത്തിലുള്ള രോഗികളെ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് സമയമെടുത്ത് കൃത്യമായിട്ട് അവരുടെ കേസ് പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. വളരെ ഇൻഡെപ്തിൽ പോകുന്ന ഒരു കൺസൾട്ടേഷൻ പ്രൊസീജിയറാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കും തീരെ യാത്ര ചെയ്യാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ല എന്നുള്ള ആളുകൾക്ക് മാത്രമാണ് ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റീസ് ഒരുക്കിയിരിക്കുന്നത്. ദൂരെ നിന്നുള്ള ആളുകൾക്കും മറ്റ് സംസ്ഥാനത്തിലുള്ളവർക്കുമെല്ലാം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നേരിട്ട് പാലക്കാടുള്ള നമ്മുടെ ആശുപത്രിയിൽ വന്ന് ചികിത്സ എടുക്കുവാൻ തന്നെയാണ് താല്പര്യപ്പെടാറ്. നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന മൈഗ്രെയിൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടും ഡെപ്ത് ആയിട്ടും എടുക്കുന്നതാണ്. അത്രയും വിശദമായിട്ട് എടുത്താൽ മാത്രമേ രോഗനിർണയം കൃത്യമാവുന്നതിനും രോഗചികിത്സ ഫലവത്താവുന്നതായിട്ടും കണ്ടുവരാറുള്ളൂ. ആദ്യത്തെ തവണ വിശദമായിട്ട് വന്ന് കൺസൾട്ട് ചെയ്ത് പോയതിനു ശേഷമുള്ള രോഗികൾക്ക് മരുന്നുകൾ തുടർ മരുന്നുകളായിട്ട് കഴിക്കുന്നതിനും ചികിത്സ തുടരുന്നതിനുമെല്ലാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഉള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിക്കാവുന്നതാണ്. ആ സമയത്ത് ഞാൻ ഫോണിലൂടെ അവൈലബിൾ ആവുകയും ഫോണിലൂടെ സംസാരിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഡോസ് വേരിയേഷൻസ് വരുത്തിയതിനു ശേഷം മരുന്നുകൾ കൊറിയർ അയച്ചു തരാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആദ്യത്തെ കൺസൾട്ടേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടതുള്ളതുകൊണ്ട് തന്നെ വാട്സപ്പിലൂടെയോ കേവലം ഒരു ഫോൺ കോളിലൂടെയോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ അത് ഫലവത്താവില്ല എന്നുള്ളത് ദയവായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. രോഗികളുടെയും ചികിത്സയുടെയും തിരക്ക് മൂലമാണ് എല്ലാ രോഗികൾക്കും അല്ലെങ്കിൽ എല്ലാ കമന്റിനും മെസ്സേജിനും നമ്മൾക്ക് ആ സമയത്ത് തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നത്. എങ്കിലും രോഗികൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനും അതല്ലെങ്കിൽ രോഗികൾക്ക് തുടർ മരുന്നുകൾ സ്വീകരിക്കുന്നതിനുമെല്ലാം ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ വിശദ വിവരങ്ങളും അവർ നൽകുന്നതാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്.